ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒരു കമൻറ്റ് കണ്ടു. ടി വിയും ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ഈ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ, താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ കൊലപാതകം, അതിനുശേഷവും ഒരുപാട് തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും വിദ്യാർത്ഥികളുടെ അക്രമ സംഭവങ്ങളൊക്കെ വീണ്ടും ഇപ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതാണ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നൊന്നുമല്ല, വീണ്ടും ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒന്ന് രണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. എങ്ങനെയൊക്കെ പറയണമെന്ന് അറിയില്ല. അതാണ് അവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം ഇന്ന് വന്നത് ഒരു എറണാകുളത്താണ്, അതായത് കൊച്ചിയിൽ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി സ്വന്തം പെങ്ങളെ റേപ്പ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഇന്ന് കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു സങ്കടം, വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യം അതായിരിക്കും. അതായത് ഈ കുട്ടി ഡ്രഗിന് അഡിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത്. അതായത് ഇവന് സ്വബോധം നഷ്ടപ്പെട്ട് ഇതൊക്കെ അടിച്ചാലുള്ള അവസ്ഥ ആണല്ലോ. മുന്നിൽ നിൽക്കുന്നത് ആരാന്ന് പോലും ഇവനെ അറിയില്ല. ഇവനെ അപ്പോൾ എന്താണോ ഇവന് തോന്നുന്നത് അത് ചെയ്യുക. എനിക്ക് ഈ ഒരു കാര്യം പറയാൻ തന്നെ വളരെയധികം സങ്കടമുണ്ട്. പിന്നെ ഇവൻ മൈനർ ആയതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അതിൻ്റെതായ ഇളവുകളൊക്കെ ശിക്ഷയിൽ ലഭിക്കും. ഈ ഒരു കാര്യത്തിൽ യഥാർത്ഥ പ്രതി അവനല്ല, ആ മയക്കുമരുന്നാണ് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഞാനും ഈ സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ നേരെയും എനിക്കും ഇവർ ഇത്തരത്തിലുള്ള എൻ്റെ സീനിയേഴ്സ് ലഹരി വസ്തുക്കൾ എനിക്ക് നേരെ നീട്ടിയിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ തവണ എൻ്റെ അപ്പോഴത്തെ സീനിയേഴ്സ്, അതായത് 10 പഠിക്കുന്ന അന്നത്തെ കുട്ടികൾ എൻ്റെ നേരെ ഇത്തരത്തിലുള്ള ഒരു ലഹരി എൻ്റെ നേരെ നീട്ടിയിരുന്നു. അന്ന് ഞാൻ അത് വാങ്ങിയില്ല, ഞാനത് നിരസിച്ചു. അതിനുശേഷം ഞാൻ 9 പഠിക്കുന്ന സമയത്തും ഇത്തരത്തിൽ അപ്പോഴത്തെ 10ൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ എന്തോ ഒരു കാര്യത്തിൽ എന്തോ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് തോന്നുന്നതോ എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് വേണമെന്നോ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴും ഞാനത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അറിയായിരിക്കും, പ്രധാനമായിട്ടും ഈ ബോയ്സ് ടോയ്ലറ്റുകളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡുകളിലൊക്കെയാണ് ഇത്തരത്തിൽ ആരും വരാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അന്നത്തെ ഒരു സംഭവത്തിൽ ഞാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഇന്ന് ലഹരി ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ സീനിയേഴ്സ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ കൂട്ടം കൂടി മർദ്ദിച്ച ഒരു ന്യൂസൊക്കെ നമ്മളിവിടെ അടുത്ത് കേട്ടതാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും എൻ്റെയും ഗതി. അതുകൊണ്ട് അന്ന് ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റാരും, ചിലപ്പോൾ കുട്ടികളൊക്കെ തന്നെയായിരിക്കും അങ്ങോട്ട് വരുന്നത്, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ആരും വരില്ല എന്ന് കരുതി അവർ ഇതിനൊക്കെ വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ആ സ്കൂളിലെ ടീച്ചേഴ്സാണ് അങ്ങോട്ടൊക്കെ എത്തിപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇവർ സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പറമ്പ്, അതും അല്ലെങ്കിൽ ഇനി സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും കടകളുടെ ബാക്കിലോ അതല്ലെങ്കിൽ ഒഴിഞ്ഞ് ആരും അധികം ആരും ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവുക. ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഒറ്റയ്ക്ക് പോകുന്നത്, സ്വാഭാവികമാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കൂട്ടം കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കാൻ സ്കൂളുകാർക്ക് കഴിയില്ല, ഒരുപക്ഷെ അത് നാട്ടുകാർക്കേ കഴിയുള്ളൂ. അപ്പോൾ നാട്ടുകാർ അതൊക്കെ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് CCTV ക്യാമറകളുടെ കാര്യമാണ്. അതായത് പ്രൈവറ്റ് സ്കൂളിൽ ഏതായാലും CCTV ക്യാമറ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ അത്തരത്തിലുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. അതായത് ഞാനിത് ക്യാമറയുടെ കാര്യം പറയാനുള്ള കാരണം, നമ്മളെ അധ്യാപകരുടെ കണ്ണ് വെട്ടിക്കാം, അതുപോലെ തന്നെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിക്കാം, മറ്റാരുടെയും കണ്ണ് വെട്ടിക്കാം. പക്ഷെ ക്യാമറയുടെ കണ്ണ് വെട്ടിക്കുന്നത് അതൊരു മൂന്നാം കണ്ണാണല്ലോ. ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞാൽ പിന്നെ അതൊരു മൂന്നാം കണ്ണായിട്ട് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു CCTV ക്യാമറ അവിടെ ഉണ്ടാകുന്നത് ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ്. ഇനി പറയാനുള്ളത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ കുറിച്ചാണ്. അതായത് പോലീസ് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് തങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള, തങ്ങളുടെ സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ ഒക്കെ ഒന്ന് പോയി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ കുട്ടികളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. മാത്രമല്ല ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധനയൊക്കെ നടത്തുന്നതും വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.